ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൊസൈറ്റി മേട് അംഗൻവാടി പാലം അപകടാവസ്ഥയിൽ. ദിവസേന സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് കൈവരികൾ നശിച്ച് അപകടക്കെണി ഒരുക്കിയിരിക്കുന്നത്. എത്രയും വേഗം പുതിയൊരു പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അംഗൻവാടിയിലെ കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെ ഒരേപോലെ ആശ്രയിക്കുന്ന പാലമാണ് സൊസൈറ്റി മേട് അംഗൻവാടി പാലം. അടിമാലി മുട്ടുകാട് സർവീസ് നടത്തുന്ന ബസ്സുകളും നിരവധി സ്കൂൾ ബസ്സുകളും ദിവസേന കടന്നുപോകുന്ന പാലമാണ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. പാലത്തിന്റെ വീതി കുറവും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ബൈസൺവാലി സൊസൈറ്റി മേട് പോകുന്ന റോഡിനിടയ്ക്കുള്ള ഈ പാലം ഒരു 8 മാസം മുമ്പ് ചെറിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പാലത്തിന് കൈവരി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അത് കോൺട്രാക്ടർ കാശുണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് ചെയ്തു കൊടുത്താണോ എന്നൊരു ചെറിയ സംശയം നമുക്കുണ്ട്. അതിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പാലത്തിന്റെ അടിയിലും വളരെ കമ്പിയെല്ലാം തുരുമ്പിച്ച് ഏത് നിമിഷവും പാലം നിലംപൊത്താവുന്ന ഒരു സാഹചര്യത്തിലാണ് പാലത്തിന്റെ നിലനിൽപ്പ്. ഇത് വൻ അപകടമാണ് ക്ഷണിച്ചു വരുത്താൻ തക്ക കാരണമാകുന്നൊരു ഇതാണ് ഈ പാലത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ടെന്നാൽ നിരവധി സ്കൂൾ വണ്ടികൾ, ലോഡ് ഭാരവണ്ടികൾ, അങ്ങനെയുള്ള നിരവധി വാഹനങ്ങൾ ഓടുന്നതാണ്. അത് ഒരു 10 വണ്ടിയോളം സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നതാണ്. അപ്പൊ ചെറിയ കുട്ടികളെ അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ ഇത്രയും അപകടകരമായ രീതിയിൽ ഒരു പാലം നിലനിൽക്കുന്നത് അധികൃതരെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ നിങ്ങളെ വിളിച്ചും ചാനലുകാരെ വിളിച്ച് ഇത് കാണിച്ചു തരുന്നത്. ഇത് പഞ്ചായത്തിന്റെ PWD അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഈ പാലം എത്രയും പെട്ടെന്ന് ഇതിന്റെ വർക്ക് ചെയ്ത് ഇത് ഗതാഗത യോഗ്യമാക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പാലത്തിന്റെ കൈവരികൾ ഒടിഞ്ഞുപോയതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ കുരുന്നുകളും ദിവസേന ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. പാലത്തിന്റെ തൂണുകളിൽ ചെറിയ രീതിയിലുള്ള വിള്ളലുകളും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. എത്രയും വേഗം പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.